വെൽക്കം ബാക്ക് ടു ഹോംസ് ഓൺലൈൻ. ആകർഷകമായിട്ടുള്ള രീതിയിൽ ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തിട്ടുള്ള ഒരു വീടിന്റെ ഹോം ടൂർ ആണ് ഇന്ന് ചെയ്യുന്നത്. പത്ത് വർഷം മുന്നേ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വീടിന്റെ റിനോവേഷൻ വർക്കാണിത്. 3200 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂംസ് അടങ്ങിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ലാൻഡ് ഏരിയ വരുന്നത് 20 സെന്റ് ആണ്. മെയിൻ റോഡിൽ നിന്നും 10 ഫീറ്റ് മുകളിലായാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് കിട്ടുന്നുണ്ട്. കൊളോണിയൽ സ്റ്റൈലിലാണ് ഈ വീട് റീമോഡൽ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളം ഫ്രൂട്ട്സിന്റെ മരങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ വർക്ക് കണ്ടംപററി സ്റ്റൈലിന്റെയും കൊളോണിയൽ സ്റ്റൈലിന്റെയും ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ള ലാൻഡ് യാർഡാണ് ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ധാരാളം എക്സ്ട്രാ തിക്നെസ് പില്ലേഴ്സ് ഉപയോഗിച്ചാണ് ഇതിന്റെ എക്സ്റ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ഗ്രൂവ്സും എൻഗ്രീവിംഗ് ഡിസൈനും ഉപയോഗിച്ചാണ് എക്സ്റ്റീരിയർ വാൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടിലേക്ക് കടക്കുകയാണ്. കംപ്ലീറ്റ് വോളും സ്റ്റൈലിഷ് ആയിട്ടുള്ള വോൾ ടൈൽസ് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് വർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ്സും ഹാങ്ങിങ് ബൾബും ഉപയോഗിച്ചാണ് സിറ്റ് ഔട്ടിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ചെക്ക് ചെയ്യുകയാണ്. റൈറ്റ് സൈഡിലായാണ് ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണിത്. വുഡൻ സ്റ്റൈലിലുള്ള സോഫ സെറ്റ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ വേറൊരു ഓപ്പൺ സ്റ്റൈലിലുള്ള സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഡോറാണ് ലിവിംഗ് ഏരിയയെയും ഈ ഒരു ഏരിയയെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വുഡൻ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുകയാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വുഡൻ ടേബിളും ചെയർസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഡയറക്റ്റ് ആയിട്ടൊരു എൻട്രി കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലും ഗ്ലാസ് ഡോറുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി ഇന്റീരിയർ സെറ്റിംഗ്സ് ഒക്കെ ചെക്ക് ചെയ്യാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് വാഷിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. എല്ലാ അറേഞ്ച്മെന്റ്സും വളരെ മനോഹരമായിട്ടും നീറ്റായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് LED സ്പോട്ട് ലൈറ്റ്സ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. നമുക്ക് എല്ലാ അറേഞ്ച്മെന്റ്സും ഒന്ന് നോക്കാം. ഡബിൾ കോട്ട് ബെഡ്, വാർഡ്രോബ് എല്ലാതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള കർട്ടൻസും സ്റ്റഡി ഏരിയയും ഈ ഒരു ബെഡ്റൂമിന് ഒരു മോഡേൺ ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് തേർഡ് ബെഡ്റൂം. ഇതിലൊരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ അറേഞ്ച്മെന്റ്സും വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രയർ റൂം ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മൾ കിച്ചണിലേക്ക് കിടക്കുകയാണ്. വളരെ നീറ്റായിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് ക്യാബിൻസും റാക്സും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ഫ്ലോറിങ്ങും വോൾ ടൈൽസും ഒക്കെ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ടേബിളും ചെയർസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുകയാണ്. ഫയർ പ്ലേസ്, ഗ്യാസ് ഏരിയ എല്ലാതും ഈ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷെൽഫ്സ്, റാക്സ്, വാഷിംഗ് ഏരിയ, മറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റ്സും ഹാങ്ങിങ് ബൾബും ഇന്റീരിയർ വർക്കിന് വളരെ എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. മോഡേൺ സ്റ്റൈലിൽ വുഡൻ സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ ഏരിയയിൽ വുഡൻ സ്റ്റെപ്സും ഗ്ലാസ് വിത്ത് വുഡൻ ഫ്രെയിം റെയിലിംഗ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കടക്കുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായിട്ടുള്ള സോഫ സെറ്റും ടീ ടേബിളും ഒരു TV യൂണിറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂംസ് ആണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. എല്ലാ അറേഞ്ച്മെന്റ്സും വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വാർഡ്രോബും കർട്ടൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. മറ്റു ബെഡ്റൂംസ് പോലെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇനി നമ്മൾ കടക്കുന്നത് ബാൽക്കണിയിലേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് ലാൻഡ്യാർഡിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്